UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമിയോ അവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയോ UDFന്റെ ഭാഗമല്ല. മുൻപ് LDFനെ പിന്തുണച്ചിരുന്നത് പോലെ ഇപ്പോൾ അവർ UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രം. UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറ്. UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് മോഡലിൽ കലാപമുണ്ടാകും എന്നും പറയുന്നത് ഒരു വസ്തുതയുമില്ലാത്ത പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന വർഗീയതയാണ്. അതൊരു ഡോഗ് വിസിൽ കൂടിയാണ്. അയ്യോ, ഇവിടെ മുസ്ലിം ഭരണം വരാൻ പോകുന്നേ, ഹിന്ദുക്കളെ നിങ്ങൾ ഒരുമിക്കൂ എന്നാണ് അത് പറയുന്നത്. CPM-നോടുള്ള ചോദ്യം, നിങ്ങൾ ഈ വർഗീയ കാർഡ് ഇറക്കിയാണോ വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് അമിത്ഷാ 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ ഭൂരിപക്ഷ ഏകീകരണം കേരളത്തിൽ ചെലവാകുമോ? കേരളത്തിലെ വോട്ടർമാരെ അത്ര ചെറുതാക്കി കാണിക്കേണ്ടതുണ്ടോ? സ്വന്തം മനസാക്ഷിക്ക് പോലും ചേരാത്ത പ്രവൃത്തികളും വാക്കുകളും ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോ AK ബാലൻ പറഞ്ഞ ഈ വാചകത്തിലൂടെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ മനസാക്ഷിക്ക് നിരത്തതും വളരെ നിഷ്കളങ്കമല്ലാത്തതുമായിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പറഞ്ഞു വെക്കുന്നതാണ്. വെള്ളാപ്പള്ളി പോലും ഇത്തരം കടുത്ത ഭാഷയിൽ മാറാട് കലാപത്തെ പറഞ്ഞില്ല. ജസ്റ്റിസ് തോമസ് പി ജോസഫിന്റെ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞു 393 പ്രതികളാണ് അതിൽ മൊത്തത്തിലുള്ളത്. അതിൽ 78 പേർ CPM-കാരായിരുന്നു. 78 പേർ CPM രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പ്രതികളാണുള്ളത്. 213 പേർ RSS-കാരാണ്. ബാക്കിയുള്ളവർ ലീഗുകാരും INL-കാരും അതുപോലെ SDPI NDF പ്രവർത്തകരൊക്കെയായിരുന്നു. അപ്പോ അതൊരു കലാപമാണ്. ആ കലാപം വല്ലാത്ത നോവായി കേരളത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഒന്നാമത്തെ കലാപം 2002 ജനുവരി 3 നടക്കുന്നു. അതിൽ 2 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും മരിക്കുന്നു. ആ കബറടക്കം കഴിഞ്ഞു വന്ന അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളെ RSS-കാർ കൊല്ലുന്നു. അതിനെ തുടർന്ന് അബൂബക്കറിന്റെ മകനും ബന്ധുക്കളും സംഘടിച്ച് 2003 മെയ്യില് പ്രതികാരം ചെയ്യുന്നു. ഇതായിരുന്നു മാറാട് കലാപം എന്ന് പറയുന്നത്. മാറാട് കലാപം, ആ രണ്ടാം കലാപം എന്ന് പറയുന്നത് വർഗീയ കലാപം അല്ലെന്ന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വർഗീയ കലാപമല്ല, പ്രതികാരമായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ മാറാട് കലാപത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നാം ഇതിനു മുമ്പ് കേട്ടത് ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ മാല പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്നതിനെ പോലെ അപകടകരമായിട്ടുള്ളൊരു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഗുജറാത്തിനെ പാകിസ്ഥാനിനോട് ഒപ്പം ചേർക്കും എന്ന് വരെ പ്രസംഗിക്കുന്ന തരത്തിൽ അന്ന് നരേന്ദ്രമോദി ഉപയോഗിച്ച അതേ ഭാഷയിൽ ഇന്ന് CPM-ന്റെ നേതാക്കന്മാർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിധിവൈരഭ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.